എനിക്ക് ആ പേര് പോലും പറയാൻ ഇഷ്ടമല്ല. ആ സ്ത്രീ വരാൻ പാടില്ല. അവര് ലോകത്തിലെ എല്ലാവർക്കും നാറ്റമാണ്. എന്തിനാണ് അവർ ഇന്നലെ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്? ലക്ഷ്മിപ്രിയ ഇന്നലെ ലക്ഷ്മിപ്രിയ എല്ലാ ആണുങ്ങളെ ചവിട്ടി താഴ്ക്കുകയല്ലേ ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവര് തന്നെ രാജിവെച്ചു പോവുകയാണ്. അമ്മ സംഘടനയിൽ കൂട്ടരാജി. അൻസിബ ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഒരു കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ, ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും കൊടുക്കാതെ, ഒന്ന് സംസാരിപ്പിക്കാതെ ഗതികെട്ട് ആ പെൺകുട്ടി രാജിവെച്ച് ഇറങ്ങിപ്പോരുക ചെയ്ത്. അത് കുറച്ച് മുന്നേ നമ്മൾ കണ്ട മീഡിയന്റെ മുന്നിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ഈ ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെണ്ണിന്റെ വെറും ഈഗോ കോംപ്ലക്സ്, ഇതിന്റെ ഒരു യഥാർത്ഥ വാസ്തവമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി ഇവർ കുറെ കാലമായിട്ട് ലക്ഷ്മിപ്രിയ ഈ ഫീൽഡിലുള്ള ആൾ തന്നെയാണ്. അൻസിബ ഹസനും അത്യാവശ്യമായി, എന്നാലും ഈ പറയുന്ന ലക്ഷ്മിപ്രിയന്റെ അത്ര സീനിയോറിറ്റി ഉള്ള ഒരു ആക്ടർ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആർട്ടിസ്റ്റ് അല്ല എന്നുള്ളത്. പക്ഷേ ഈ സ്ത്രീയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ കുട്ടിക്ക് കുറച്ച് കൂടുതൽ അവസരങ്ങളും ദൃശ്യം പോലെയുള്ള ഒരു കാമ്പുള്ള സിനിമയിലൊക്കെ മുഖം കണ്ടപ്പോൾ ഒരു കുശുമ്പ്, ചില ഈ ചന്ത പിള്ളേർ അല്ലെങ്കിൽ ഈ അയൽക്കൂട്ടം സെറ്റപ്പിൽ നടക്കുന്ന ചില ചേച്ചിമാരുണ്ടാവില്ലേ, അവരെ പോലെയുള്ള ചില ചേച്ചിമാർ ചിന്തിക്കുന്ന പോലെ ഒരു കുശുമ്പ് വരികയാണ്. എന്നിട്ട് നീന കുറുപ്പിനെ കുറിച്ചൊക്കെ ആ സ്ത്രീയൊക്കെ 10-35 വർഷം ആയിട്ട് 10-30 വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ള ഒരു മൈന്യൂട്ട് 1% പോലും ഒരാളെ കൊണ്ടും പറയിപ്പിക്കാനോ എന്താ പറയാ ഈ ഫേക്ക് ആയിട്ടുള്ള ഇവരെ കുറിച്ചുള്ള മോശപ്പെട്ട ന്യൂസ് പോലും ഈ മീഡിയക്കാർ കൊടുക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് പറയേണ്ട ഒരാളല്ല, ഒരു വ്യക്തിത്വമുള്ള സ്ത്രീ ആയിട്ടാണ് നമുക്ക് മനസ്സിലായത്. ആ സ്ത്രീയൊക്കെ വലിച്ചയച്ച് അമ്മ സംഘടന ആറ്റം ബോംബിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ആ രീതിയിൽ ഇത് നശിച്ചു പോയി എന്നുള്ളതാണ്. ഒരു കംപ്ലൈന്റ് പറയുന്ന സമയത്ത് ശ്രേത എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അമ്മൻ്റെ മെയിൻ ഘടകത്തിൽ മെയിനായിട്ട് നിന്നിട്ടുള്ള ഈ സ്ത്രീയൊന്നും ഒരു കംപ്ലൈന്റ് കേൾക്കാൻ പോലും, അൻസിബന്റെ ഒരു കംപ്ലൈന്റ് എനിക്കൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, കേൾക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല. ഈ പറയുന്ന ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് പുച്ഛകരമായിട്ടുള്ള അവസ്ഥയാണ്. അവസാനം അമ്മ സംഘടന പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഇനി ഒന്നുമില്ല അതിൻ്റെ മുകളിൽ.